കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോൺ അല്ലേലിക് ഓർ ഇന്റർജീനിക് ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്റർജീനിക് ഇന്ററാക്ഷൻസ് മീൻസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ജീൻസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ലോക്കൈ ഓഫ് ഐദർ ദ സെയിം ഓർ ഡിഫറെന്റ് ക്രോമസോംസ്. ഇതിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർജീനിക് ഇന്ററാക്ഷൻസ് കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് വൺ കോ എപ്പിസ്റ്റാറ്റിക് ജീൻസ്. Here the F2 generation ratio is same as that of Mendelian ratio, that is 9:3:3:1. But the difference is that here only one phenotypic expression or only one trait is considered. But two different genes are involved in determining that particular phenotype or that particular trait. നമ്മൾ മെൻഡീലിയൻ റേഷ്യോയിൽ F2 പ്രോജനിയിൽ ഈ 9:3:3:1 റേഷ്യോ കിട്ടുന്നത് നമ്മൾ ടോൾ എന്നും റെഡ് ഫ്ലവേർഡ് എന്നും രണ്ട് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇവിടെ കോ എപ്പിസ്റ്റാറ്റിക് ജീൻസിൽ ഒരു ഫിനോറ്റിപ്പിക് എക്സ്പ്രഷൻ, അതായത് കോംബ് പാറ്റേൺ ഇൻ പൗൾട്രി, വാൽനട്ട് ആണോ റോസ് ആണോ പീ ആണോ, അതിൻ്റെ കോമ്പിൻ്റെ പാറ്റേൺ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ രണ്ട് ജീൻസ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുകയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് കോംപ്ലിമെന്ററി ജീൻസ്. ഹിയർ ദ മെൻഡീലിയൻ റേഷ്യോ ഇസ് മോഡിഫൈഡ് ഇൻ ടു 9:7. Complementary genes are those genes which when present alone produces the same phenotypic expression, but when they comes together they may interact to produce a new variety. Example, flower color in sweet pea. Then third type is epistasis that we were discussing in the last class. Epistasis means inhibitory gene action. Then inhibitory gene action, here the expression of one gene is masked or prevented by the other gene. ഒരു ജീനിന്റെ എക്സ്പ്രഷനെ വേറൊരു ജീൻ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിസ്റ്റാസിസ്. ദെൻ എപ്പിസ്റ്റാസിസ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് and recessive epistasis. Dominant epistasis means here a dominant gene is preventing the expression of the other gene. Hence it is known as dominant epistasis. Here the Mendelian ratio is modified into 13:3. Then second one is recessive epistasis. Here the recessive gene, recessive allele is responsible for preventing the expression of the other gene. So here the Mendelian ratio is modified into 9:3:4. Example, coat color in mice. So എപ്പിസ്റ്റാസിസ് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എപ്പിസ്റ്റാസിസിൻ്റെ അകത്ത് ഒരാൾ പ്രിവെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുടെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആരാണോ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആ ജീനിന് പറയുന്ന പേരാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ, ദ ജീൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിവെൻറ്റിംഗ് ദ എക്സ്പ്രഷൻ ഓഫ് ദി അതർ ജീൻ. ഇനി ആരെയാണോ അഫക്റ്റ് ചെയ്യുന്നത്, ആരെയാണോ ഇങ്ങനെ സപ്രസ് ചെയ്ത് വയ്ക്കുന്നത്, അഫക്റ്റഡ് വൺ, അയാൾക്ക് പറയുന്ന പേരാണ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. Epistatic or inhibitory gene means the gene which is responsible for preventing the expression of the other, and the hypostatic gene is the affected one. ആരെയാണോ പ്രിവെന്റ് ചെയ്ത് തടഞ്ഞു വെക്കുന്നത് അയാളാണ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. ദെൻ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട്, റെസസീവ് ആൻഡ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആൻഡ് റെസസീവ് എപ്പിസ്റ്റാസിസ്. ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് റെസസീവ് എപ്പിസ്റ്റാസിസ്. മീൻസ് if the expression of one gene is masked by a homozygous recessive non-allelic gene. ഒരു റെസസീവ് ആയിട്ടുള്ള ജീനാണ് വേറൊരു ജീൻ്റെ എക്സ്പ്രഷനെ പ്രിവെന്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആ ടൈപ്പ് എക്സ്പ്രഷൻ പറയുന്ന പേരാണ് റെസസീവ് എപ്പിസ്റ്റാസിസ്. ദെൻ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് കോട്ട് കളർ ഇൻ മൈസ്. മൈസിൽ അല്ലെങ്കിൽ എലികളിലും മറ്റു റോഡൻസിലെല്ലാം കോട്ട് കളർ പല തരത്തിലുണ്ടാവും. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോട്ട് കളർ പാറ്റേൺ ആണ് അഗൗട്ടി. അഗൗട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളേർഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. ഇപ്പോൾ അണ്ണാകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വേറെയുള്ള എലി, റോഡൻസ് അല്ലെങ്കിൽ പല ഇതുപോലുള്ള ആനിമൽസിലെല്ലാം കോട്ട് കളർ നോക്കുമ്പോൾ ഒരു ഗ്രേ കളേർഡ് അപ്പിയറൻസ് ആണെങ്കിൽ അവരുടെ സറൗണ്ടിങ്സിനുമായിട്ട് കുറച്ചും കൂടി മാച്ച് ചെയ്യും. അപ്പോൾ പ്രിഡേറ്റേഴ്സിന് പെട്ടെന്ന് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതതിനൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഈ കോട്ട് കളർ അഗൗട്ടിയാണ് ഏറ്റവും ഡോമിനൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പ്. ദെൻ ഈ അഗൗട്ടി പാറ്റേൺ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ ഫെറും
ഡിഫറെൻറ്റ് ഷെയ്ഡ് ഉള്ളതാണ്. അതായത് അതിൻ്റെ സ്കിന്നിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് അത് ബ്ലാക്ക് ഷെയ്ഡഡ് ആയിരിക്കും. ദെൻ കുറച്ചും കൂടി അതിൻ്റെ ടിപ്പിലോട്ട് വരുമ്പോൾ അത് യെല്ലോ ഷെയ്ഡഡ് ആണ്. ഇപ്പോൾ ഈ ബ്ലാക്കിൻ്റെയും യെല്ലോയുടെയും കൂടി ഒരു ബ്ലെൻഡഡ് അപ്പിയറൻസ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിത് ഗ്രേ കളേർഡായിട്ട് അപ്പിയർ ചെയ്യുന്നത്. എന്താണെങ്കിലും അതാണ് കുറച്ചും കൂടി ഡോമിനൻ്റ്. ദെൻ വേറെയും ഇതിനർത്ഥം എല്ലാം അഗൗട്ടി പാറ്റേൺ ആണെന്നല്ല, വേറെയും പാറ്റേൺസ് ഉണ്ട്. ബ്ലാക്ക്, ആൽബിനോ എന്ന് പറഞ്ഞ പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമ്മളൊരു ഹയറാർക്കിയൽ മാനർ, അതായത് അതിൻ്റെ ഡോമിനൻസ് നമ്മളൊരു ഹയറാർക്കിയായിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഡോമിനൻ്റ് ആണ് അഗൗട്ടി. അഗൗട്ടിയെക്കാളും കുറച്ചും കൂടി റെസസീവ് ആണ് ബ്ലാക്ക്. ബട്ട് ബ്ലാക്ക് ഈസ് ഡോമിനൻ്റ് ഓവർ ആൽബിനോ ബട്ട് റെസസീവ് ടു അഗൗട്ടി. മനസ്സിലായോ? ബ്ലാക്ക് അഗൗട്ടിയെക്കാളും റെസസീവ് ആണ്, പക്ഷേ ആൽബിനോയെക്കാട്ടിലും ഡോമിനൻ്റ് ആണ്. അഗൗട്ടി ബ്ലാക്കിനെക്കാട്ടിലും ആൽബിനോയെക്കാട്ടിലും ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ ഡോമിനൻ്റ് ആണ് അഗൗട്ടി. ദെൻ ആൽബിനോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്കിനെക്കാട്ടിലും അഗൗട്ടിയെക്കാട്ടിലും റെസസീവ് ആണ്. ഏറ്റവും റെസസീവ് കണ്ടീഷനിലുള്ളതാണ് ആൽബിനോ. ദെൻ ഇനി നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള ജീനോടൈപ്പ് നോക്കുവാണെങ്കിൽ ഈ അഗൗട്ടി അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് എന്താണെങ്കിലും ഒരു കളേർഡ് അപ്പിയറൻസ് ആണ്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ അഗൗട്ടി കളർ ഉണ്ട്. പക്ഷെ ആൽബിനോ എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് എനി ടൈപ്പ് ഓഫ് കളർ, ആൽബിനോ ടൈപ്പ്. ദെൻ ഇവിടെ നമുക്ക് ഇതിൻ്റെ ജീനോടൈപ്പ് മനസ്സിലാവും. Capital C is the gene, basic gene which is responsible for the production of any type of color in mice. ഏതെങ്കിലും കളർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഒരു ജീൻ വേണം. ആ ജീൻ നമ്മൾ പറയുന്ന പേരാണ് C, capital C. Then if the gene is present, if another gene called A is also present together with this C, the pattern will be modified into agouti. ഈ സി ഉണ്ടെങ്കിൽ ഓൾറെഡി ഏതെങ്കിലും കളർ കിട്ടുമെന്ന് ഉറപ്പായി. ഇനി ഈ സീൻ്റെ കൂടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ജീനും കൂടി ഉണ്ടെങ്കിൽ എന്തായി? ലോട്ടറി ആയി. അതായത് അഗൗട്ടി പാറ്റേൺ കിട്ടി, ഡോമിനൻ്റ് അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പ് വെറൈറ്റി ആയിട്ട് മാറി. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ബേസിക് ജീൻ, ദാറ്റ് ഈസ് സി, ഈ ബേസിക് ജീൻ ഇല്ല, ക്യാപിറ്റൽ എ ഉണ്ട്, പക്ഷേ ഈ ബേസിക് ജീൻ എന്ന് പറഞ്ഞാൽ ബേസിക് ജീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദി ഇൻഡിവിജ്വൽ വിൽ ബി ആൽബിനോ. അതായത് ആദ്യമേ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ സി ഈസ് റെസ്പോൺസിബിൾ ഫോർ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് എനി ടൈപ്പ് ഓഫ് കളർ. എനി കളർ പ്രൊഡക്ഷന് വേണമെങ്കിലും എന്ത് വേണം? ഈ സി എന്ന് പറയുന്ന ജീൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ എയും കൂടി ഉണ്ടെങ്കിൽ അഗൗട്ടി ആവും. പക്ഷേ ഈ എ ഉണ്ട് എങ്കിലും സി ഇല്ല, ആബ്സെൻസ് ഓഫ് ബേസിക് ജീൻ സി. അതായത് സി എന്ന് പറയുന്ന ജീൻ ഡോമിനൻ്റ് കണ്ടീഷനിൽ ഇല്ല എങ്കിൽ ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്യില്ല, ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ക്യാപിറ്റൽ എ. എ ഉണ്ടെങ്കിൽ കൂടിയും അത് കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹിയർ ദ റെസസീവ് സി, അതായത് ഈ സി ഡോമിനൻ്റ് കണ്ടീഷനിൽ സി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ റെസസീവ് കണ്ടീഷനിൽ അതുണ്ടായിരിക്കും എന്നല്ലേ. അപ്പോൾ ആ റെസസീവ് കണ്ടീഷനിൽ എന്തിനെ എക്സ്പ്രഷൻ്റെ മാസ്ക് ചെയ്യും? ഈ എയിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യും, അല്ലെങ്കിൽ എയ്ക്ക് ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാതാക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ജീനിക് ഇൻട്രാക്ഷനെ റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് വിളിക്കണം. കാരണം ദ പ്രസൻസ് ഓഫ് ഹോമോസൈഗസ് റെസസീവ് അല്ലിൽ, ദാറ്റ് ഈസ് ഡോമിനൻ്റ് സി ഇല്ലാത്ത അവസ്ഥ, ദാറ്റ് ഈസ് സ്മോൾ സി ഈസ് സഫിഷ്യൻറ്റ് ടു മാസ്ക് വാട്ട് എവർ ദ കളർ എഫക്ട് ഓഫ് ദി അതർ ജീൻ. അതായത് അതർ ജീനിന് കളർ എഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ അഗൗട്ടി ആക്കുന്നത് ഈ സി മാത്രം ഉള്ളപ്പോൾ അത് ബ്ലാക്ക് ആയിട്ടേ അപ്പിയർ ചെയ്യുള്ളൂ. ദെൻ ഈ സിയുടെ കൂടെ എയും കൂടി ഉണ്ടെങ്കിലാണ് അത് അഗൗട്ടി ആക്കി മാറ്റുന്നത്. അപ്പോൾ എക്ക് ഇഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് സ്വന്തമായിട്ട് ആ എഫക്റ്റ് ഇല്ല. അതിനാരും കൂടെ വേണം, അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് ക്യാപിറ്റൽ സിയും കൂടി വേണം. ഇനി ഈ ക്യാപിറ്റൽ സി ഇല്ലാത്ത കണ്ടീഷനിൽ സ്മോൾ സി ആണെങ്കിൽ അത് ഈ ക്യാപിറ്റൽ എയുടെ എക്സ്പ്രഷൻ എന്ത് തന്നെയാണെങ്കിലും അതിനെ മാസ്ക് ചെയ്യും. അത് ക്യാപിറ്റൽ എ 2 ഡോമിനൻ്റ് ആണെങ്കിലും ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിലാണെങ്കിലും ഈ എ എന്ന് പറയുന്ന ജീനിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യുന്നത് ആരാണ്? ഈ സ്മോൾ സി ആണ്. Hence, this type of gene interaction is known as recessive epistasis. And we can conclude that C is the epistatic gene because C is preventing or inhibiting the expression of A, that is hypostatic gene. Since C is preventing its expression of A in its homozygous recessive condition, it is categorized as recessive എപ്പിസ്റ്റാസിസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്രോസ് വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് ആൽബിനോ എന്ന് പറയുന്ന വെറൈറ്റിയെ നമ്മൾ ക്രോസ് ചെയ്യും. അപ്പോൾ ബ്ലാക്കിൻ്റെ ജീനോടൈപ്പ് ഈ CCAA വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. കാരണം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കളറുള്ള അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനാര് വേണം? ക്യാപിറ്റൽ സി എന്ന് പറയുന്ന ഡോമിനൻ്റ് ജീനുണ്ട്. അപ്പോൾ പ്യുവർ ബ്രീഡ് ആയതുകൊണ്ട് രണ്ടും ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ.
ദെൻ ബ്ലാക്ക് ആണ് അഗൗട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പുറത്തെ കൗണ്ടർ പാർട്ട് ആരായിരിക്കും? റെസസീവ് ആയിരിക്കും, അതായത് സ്മോൾ എ ആയിരിക്കും. ദെൻ ആൽബിനോയുടെ അർത്ഥം എന്താണ്? ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ക്യാപിറ്റൽ സി എ അവിടെ ഇല്ല. എ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല, അവിടെ ക്യാപിറ്റൽ സി എ ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ സി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് പ്യുവർ ബ്രെഡ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ, അതായത് ക്യാപിറ്റൽ എ ഉണ്ട്, പക്ഷേ സ്മോൾ സി ആണ്, അതായത് ക്യാപിറ്റൽ സി ഇല്ലാത്ത ആൽബിനോ. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അതിൻ്റെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഇങ്ങനെ വരാൻ കാരണം? ബ്ലാക്ക് ആവാൻ കാരണം അതിന് ക്യാപിറ്റൽ സി ഉണ്ട്, പക്ഷേ ക്യാപിറ്റൽ എ ഇല്ലാത്തതുകൊണ്ട് അത് ബ്ലാക്ക് ആയി. ദെൻ ആൽബിനോ ആവാൻ കാരണം അതിന് ക്യാപിറ്റൽ സി ഒരെണ്ണം പോലും ഇല്ല, അതുകൊണ്ട് അത് പിന്നെ വൈറ്റ് ആയിട്ടേ അപ്പിയർ ചെയ്യും. ദെൻ ഇതിനെ രണ്ടിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഹെട്രോസൈഗസ് കണ്ടീഷൻ കിട്ടും. അപ്പോൾ ഇവിടെ സിയും ഉണ്ട് എയും ഉണ്ട്, അപ്പം നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും? അഗൗട്ടി പാറ്റേൺ ആയിരിക്കും. ദെൻ നമ്മൾ അതിൻ്റെ ഗ്യാമീറ്റ്സ് എടുക്കുമ്പോൾ സി എ, ക്യാപിറ്റൽ സി സ്മോൾ എ, ഇങ്ങനെ 4 വെറൈറ്റി ഗ്യാമീറ്റ്സ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അതിനെ ഈ ചെക്കർ ബോർഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി സിയും എയും എവിടെയൊക്കെ ഒന്നിച്ചു വരുന്നോ അവരെല്ലാം ആരായിരിക്കും? അഗൗട്ടി. അപ്പോൾ എന്താ, ഈ റെഡ് കളറിൽ കാണുന്ന എല്ലാവരും അഗൗട്ടിയാണ്. അപ്പം 9 അഗൗട്ടി. ദെൻ ക്യാപിറ്റൽ സി ഉണ്ട്, പക്ഷേ സ്മോൾ എ ഉള്ളൂ, അതായത് ക്യാപിറ്റൽ എ ഇല്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ അതിനർത്ഥം കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ജീൻ ഉള്ളതുകൊണ്ട് അവർ കളർ ഉണ്ടാക്കും, പക്ഷേ അഗൗട്ടി ആകണമെങ്കിൽ ക്യാപിറ്റൽ എ വേണമായിരുന്നു. ആ എ ഇല്ലാത്തതുകൊണ്ട് അവർ ബ്ലാക്ക് ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യും. സോ 3 ബ്ലാക്ക്സ്. ദെൻ ഈ വൈറ്റ് ആയിട്ടുള്ള എല്ലാവരെയും നോക്കിക്കേ, അവർക്ക് ചിലവർ ഇത് 3നും ക്യാപിറ്റൽ എ ഉണ്ട്. ആൽബിനോയ്ക്ക് ആണെങ്കിലും ക്യാപിറ്റൽ എ ഉണ്ട്, പക്ഷേ സ്മോൾ സി ഇല്ലാത്തതുകൊണ്ട് അത് വൈറ്റ് ആണ്. ദെൻ ഇദ്ദേഹത്തിന് സ്മോൾ സി ഇല്ല, പക്ഷേ സ്മോൾ എയുമാണ്, എങ്കിലും ഇഫക്റ്റ് എന്താണ്? ആൽബിനോ. കാരണം എന്തെങ്കിലും കളർ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ മനസ്സിലായി ഈ എക്ക് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഈ എക്ക് സിഗ്നിഫിക്കൻസ് ഉള്ളത് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ സിക്ക് ഉള്ളപ്പോൾ മാത്രമേ ഈ എക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉള്ളൂ, അല്ലാത്തപ്പം ഈ എക്ക് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അപ്പം നമുക്കിവിടെ കിട്ടിയ റേഷ്യോ, മെൻഡീലിയൻ റേഷ്യോ 9 അഗൗട്ടി, 3 ബ്ലാക്ക്, 4 white. അപ്പോൾ 9:3:4. Then this type of gene expression, that is recessive epistasis, is also known as supplementary gene action. Because supplementary gene action എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ജീൻ, അതായത് 2 പെയർ ഓഫ് ജീൻസിൽ, അതായത് സിയും എയ്ക്കകത്തും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓൺ എക്സ്പ്രഷൻ ഉള്ളത് സിക്ക് മാത്രമാണ്. സി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് എ ഉണ്ടോ ഇല്ലയോ എന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എ ഉണ്ടെങ്കിൽ കൊള്ളാം, അഗൗട്ടി ആവും, ഇനി ഇല്ലെങ്കിലും അത് ബ്ലാക്ക് കളേർഡായിട്ട് അപ്പിയർ ചെയ്യും. പക്ഷേ എയുടെ കാര്യം അങ്ങനെയല്ല. എയുടെ കാര്യം എന്താണ്? എക്ക് എന്തെങ്കിലും ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ വരണമെങ്കിൽ ആര് കൂടെ വേണം? സിയും കൂടി വേണം. അപ്പൊ സി ആക്ച്വലി എന്താണ്, ഇങ്ങനെ ഈ എയുടെ എക്സ്പ്രഷനെ സപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. എയുടെ എക്സ്പ്രഷനെ അത് പ്രൊമോട്ട് ചെയ്യും, സപ്ലിമെന്റ് ചെയ്യും. അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് ജീൻ എക്സ്പ്രഷൻ നമ്മൾ പറയുന്ന പേരാണ് സപ്ലിമെന്ററി ജീൻ ആക്ഷൻ. Then supplementary genes, the genes involved in this type of interactions are defined as 2 pairs of interacting genes. അവിടെ 1 pair has a basic phenotypic effect by itself, that is capital C, whereas the other has no phenotypic effect by itself, that is A, capital A. 2 പെയർ ഓഫ് ജീൻസിൽ ഒരാൾക്ക് അവരുടെ ബേസിക്, അയാളുടെ സ്വന്തമായിട്ട് ഫിനോട്ടിപ്പിക് എഫക്റ്റ് ഉണ്ടായിരിക്കും, വേറൊരാൾക്ക് സ്വന്തമായിട്ടില്ല, പക്ഷെ ഇദ്ദേഹം ഉണ്ടെങ്കിൽ അത് സപ്ലിമെന്റ് ചെയ്യും, അദ്ദേഹം ഉണ്ടെങ്കിൽ അതിനെ അത് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് സപ്ലിമെന്ററി ജീൻ ആക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞിട്ട് ഇന്ന് വരെ ആരും ഒരു ഡൗട്ട്സും എന്നോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നേ ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.